ലൂക്കോസ് 19:4. എന്നാറെ അവൻ മുൻപോട്ടോടി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. സക്കായി ചുങ്കക്കാരിൽ പ്രധാനിയും ധനവാനുമായിരുന്നു. എന്നാൽ വളർച്ചയിൽ കുറിയവനായിരുന്നു. ചുങ്കക്കാർ റോമാക്കാരെ സേവിച്ചിരുന്നതുകൊണ്ട് അവരെ രാജ്യദ്രോഹികളായി യഹൂദന്മാർ കണ്ടു. അവർ അത്യാഗ്രഹികളാണെന്നും അവരെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ചുങ്കക്കാരിൽ പ്രധാനിയായ സക്കായിയാണ് യേശുവിനെ കാണാൻ ഓടിയത്. ധനികനായ ഒരു മനുഷ്യന് ചേർന്ന കാര്യമല്ല ഈ പ്രവൃത്തി എന്ന് പലരും ചിന്തിച്ചേക്കാം. എന്നാൽ സക്കായി യേശുവിനെ കാണാൻ എത്ര ആഗ്രഹിച്ചു എന്നും മറ്റുള്ളവർ തന്നെക്കുറിച്ച് പരിഹാസമായി പറയുവാൻ സാധ്യതയുള്ളതിനെപ്പറ്റിയൊക്കെ സക്കായി എത്ര നിസ്സാരമായി കണ്ടു എന്നും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുവാനും പരിഹസിക്കുവാനും അനേകർ കണ്ടേക്കാം. എന്നാൽ അതിനെയൊക്കെ അവഗണിക്കുവാനുള്ള മനസ്സുറപ്പ് പ്രകടിപ്പിച്ചാൽ സക്കായിയോട് പറഞ്ഞതുപോലെ നമ്മോടും കർത്താവ് പറയും, ഞാൻ നിൻ്റെ കൂടെ പാർക്കാൻ വരികയാണ് എന്ന്. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഭവനത്തിൽ പാർക്കുന്നതാണോ വലുത്? ഈ ഭൂമി കൊണ്ട് തീരുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ പരിഹാസമാണോ വലുത്? തീരുമാനം നമ്മുടേതാണ്. ഒരു വൃക്ഷം വളർന്ന് വലുതാകണമെങ്കിൽ എത്ര വർഷങ്ങൾ വേണമെന്ന് നമുക്കറിയാം. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ കാട്ടത്തിയെ ദൈവം അവിടെ നട്ടു. വർഷങ്ങൾക്ക് ശേഷം സക്കായിക്ക് യേശുവുമായി ഉണ്ടാകുവാനുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടൽ മുന്നമേ അറിയാമായിരുന്ന ദൈവം ആ സ്ഥലത്ത് ആ വൃക്ഷത്തെ നട്ടു, വളർത്തി, അതിനെ ഉപയോഗത്തിന് തക്കതാക്കി തീർത്തു. നമ്മുടെ ആവശ്യങ്ങൾ നാം ജനിക്കുന്നതിന് മുമ്പേ അറിയുന്ന ദൈവം അതിനു വേണ്ടിയതൊക്കെ നമ്മുടെ ജീവിതയാത്രയ്ക്കായി കരുതിയിട്ടുണ്ട്. സക്കായിയുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ഒരു വൃക്ഷത്തെ നട്ടു വളർത്തി എങ്കിൽ നമ്മുടെ ജീവിതാവശ്യങ്ങൾക്കുള്ളതെല്ലാം ദൈവം കരുതിയിട്ടില്ലേ? ഉണ്ട്. നാം എത്ര തിരക്ക് കൂട്ടിയാലും സമയത്തിന് മുൻപ് അത് നമ്മുടെ കയ്യിൽ എത്തില്ല. നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൻ്റെ പൂർണ്ണത അറിയാവുന്നത് യേശു കർത്താവിന് മാത്രമാണ്. 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. എബനേസറായി, എൽഷദായി ആയിയൊക്കെ നമ്മോട് ഈ കർത്താവ് കൂടിയിരിക്കും. വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും മാത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങ് ഞങ്ങൾക്കായി സകലവും കരുതിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.